നമ്മുടെ മരുന്നുകളല്ലാതെ ഇംപ്ലാന്റുകളല്ലാതെ നമ്മുടെ ആശുപത്രിയിൽ ധാരാളം പേഷ്യൻ്റ് സപ്പോർട്ടിംഗ് ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് ഐറ്റംസ് വാങ്ങാറുണ്ട്. മെഡിക്കൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. മാനേജ്മെൻറ്റ് ഓഫ് മെഡിക്കേഷനകത്ത് തന്നെയാണ് അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് ഓഫ് മെഡിക്കേഷൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റാൻഡേർഡായിട്ട് 11ാമത്തെ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ ഇതിൽ 5 കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളാണുള്ളത്. ഈ 5 കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റുകൾ കൂടെ നമ്മൾ പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇതുവരെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെയാണ് ഈ മെഡിസിനും ഇംപ്ലാന്റ്സും ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്തതുപോലെ തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റൽസിൽ മെഡിക്കൽ സപ്ലൈസ്, കൺസ്യൂമബിൾസ്, നമ്മുടെ നീഡിൽ, സിറിഞ്ച്, ഒരുപാട് ഐറ്റംസ് അത്തരത്തിലുണ്ട്. ഇപ്പോൾ ക്ലീനിങ് മെറ്റീരിയൽസ്, ഇൻവെസ്റ്റിഗേഷൻ മെറ്റീരിയൽസ്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. അത്തരത്തിലുള്ള എല്ലാ മെഡിക്കൽ സപ്ലൈസും എക്സ്ക്ലൂഡിങ് ദ മെഡിസിൻ ആൻഡ് ഇംപ്ലാന്റ്സും കൺസ്യൂമബിൾസും പർച്ചേസ് ചെയ്യുന്നത് മുതൽ സ്റ്റോർ ചെയ്യുന്നതും സപ്ലൈ ചെയ്യുന്നതും വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മാനദണ്ഡത്തിലായിരിക്കണം. അതിൻ്റെ മാനുഫാക്ചേഴ്സ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള സ്റ്റോറേജ് എൻവയൺമെൻറ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അത് സപ്ലൈ ചെയ്യുമ്പോഴും എടുത്ത് യൂസ് ചെയ്യുമ്പോഴും അത് ഡാമേജ്ഡ് അല്ല, യൂസബിൾ ആണെന്ന് ഉറപ്പ് വരുത്തണം. നമുക്കതിന് വേണ്ടിയിട്ടൊരു സേഫ് ഇൻവെൻട്രി മെക്കാനിസം നല്ലൊരു പ്രാക്ടീസിൽ കൂടെ നമ്മൾ പരിശീലിച്ചിരിക്കണം. ഇത് എങ്ങനെയാണ് അക്വസിഷൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് മെഡിക്കൽ സപ്ലയേഴ്സ്, കൺസ്യൂമബിൾസ് ആരെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതിനെക്കുറിച്ച് ഒരു ഡിഫൈൻഡ് പ്രോസസ്സ് ഉണ്ടാവണം. ഡിഫൈൻഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഡോക്യുമെൻറ്റഡ് സപ്പോർട്ട് ഉണ്ടാവണമെന്നാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് MOM 11 മെഡിക്കൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ് ആർ സ്റ്റോർഡ് അപ്രോപ്രിയേറ്റ്ലി ആൻഡ് ആർ അവൈലബിൾ വെയർ റിക്വയർഡ് എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് നോക്കാം. നമുക്കിത് ആവശ്യാനുസരണം എത്ര വേണമെന്ന് നോക്കി വാങ്ങി സൂക്ഷിച്ച് സപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്.